ഒരു ദിവസം ഒരു വാക്ക്, ഇന്നത്തെ വാക്ക് പിടിച്ചോ. ഇവൻച്വലി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നല്ലേ, ഇവൻച്വലി നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പൊ ഇവൻച്വലി എന്ന് പറഞ്ഞാൽ എന്താ? കാലക്രമേണ. യെസ്, കാലക്രമേണ. ഓക്കെ, അത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയോ? Eventually his health got better. എന്നുവെച്ചാൽ കാലക്രമേണ അവന്റെ ഹെൽത്ത് ഭേദമായി. ഓക്കെ, വേറെ എന്തെങ്കിലും എക്സാമ്പിൾ? Eventually she started her own business. കാലക്രമേണ അവൾ സ്വന്തമായിട്ട് അവളുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കാലക്രമേണ നിന്റെ ഇംഗ്ലീഷ് ബെറ്റർ ആവും. ഇതെങ്ങനെ പറയാം? Yeah. If you practice English, eventually you will get better at it. യെസ്, കണ്ടോ? അപ്പോൾ ഇവൻച്വലി എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാൻ പോവാണ്. അപ്പോൾ കാലക്രമേണ അവൻ സ്മോക്കിംഗ് ഉപേക്ഷിച്ചു. അതെങ്ങനെയാണ് പറയാന്ന് ഇവിടെ ഒന്ന് കോമന്റ് ചെയ്യണം. സോ ഗൈസ്, ഇത് വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതുപോലെ ഒരുപാട് വാക്കുകൾ ഞങ്ങളുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുക മാത്രമല്ല, നിങ്ങളെ കൊണ്ടത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. പ്രാക്ടീസിംഗ് ആണ് മെയിൻ. അത് നമ്മുടെ ട്രെയിനേഴ്സ് നിരന്തരം നിങ്ങളോട് ഇംഗ്ലീഷിൽ സംസാരിക്കും. അതും നിങ്ങൾ ഫ്രീ ഉള്ള സമയത്ത് ഒരു ദിവസം മാക്സിമം ഒരു 30 മിനിറ്റ്സ്, അങ്ങനെ 2 മാസം. വളരെ ചെറിയ ഫീ ആണ്. പുതിയ ബാച്ച് 2 ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുകളിൽ പോകാം, ബയോ വാട്സപ്പ് ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇനി ബാച്ചിൽ വെച്ചിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. English House. English at your fingertips.